കല്ലടിക്കോട് പനയമ്പാടത്ത് സിമന്റ് ലോറി ഇടിച്ചു കയറി മരിച്ച നാല് സ്കൂൾ വിദ്യാർത്ഥിനികളുടെയും ഖബറടക്കം വെള്ളിയാഴ്ച നടക്കും. രാവിലെ 6:30യോടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ നിന്ന് വീടുകളിലെത്തിക്കും. 2 മണിക്കൂർ നേരം ഇവിടെ പൊതുദർശനമുണ്ടാകും. തുടർന്ന് 8:30യോടെ തുപ്പനാട് കരിമ്പനയ്ക്കൽ ഹാളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരും. 10 മണിവരെ ഇവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം ഖബറടക്കത്തിനായി തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കും. അതേസമയം കുട്ടികൾ പഠിച്ചിരുന്ന കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം ഉണ്ടായിരിക്കില്ല. ഇന്നലെയാണ് നാടിനെ നടുക്കുന്ന അതിദാരുണമായ സംഭവം ഉണ്ടായത്. മരിച്ചത് 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ 4 പേരാണ്. ആയിഷ എസ്, നിദ ഫാത്തിമ KM, ഇർഫാന ഷെറിൻ, റിദ ഫാത്തിമ എന്നിവരാണ്. ഇപ്പോൾ അവരുടെ മൃതദേഹങ്ങൾ പാലക്കാട് മോർച്ചറിയിൽ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്നു. തുടർന്ന് മൃതദേഹങ്ങൾ രാവിലെയോടെ തന്നെ കൈമാറി. ഇപ്പോൾ സച്ചിൻ ചേരുന്നുണ്ട്. സച്ചിൻ, അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? മൃതദേഹങ്ങളെല്ലാം തന്നെ ഈ ബന്ധുക്കൾക്ക് കൈമാറിയോ? നന്ദു, 5:30യോടുകൂടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. ഇപ്പോൾ മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും ഇവരുടെ വീടുകളിലേക്ക് മൃതദേഹങ്ങളുമായുള്ള ആംബുലൻസുകൾ പുറപ്പെട്ടു കഴിഞ്ഞു. ഇന്നലെ വൈകിട്ട് 3:45 നാടിനെ നടുക്കിയ അപകടം നടന്നത്. സ്കൂളിൽ നിന്നും പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ലോറി സിമന്റ് കയറ്റി വന്ന ലോറി പാഞ്ഞു കയറി അപകടം സംഭവിച്ചത്. മറ്റൊരു ലോറിയിൽ തട്ടിയതിനു ശേഷം വിദ്യാർത്ഥികളുടെ മേലേക്ക് ലോറി പാഞ്ഞു കയറുകയായിരുന്നു. തുടർന്ന് അപകടത്തിൽപ്പെട്ട ലോറി മറിയുകയും വിദ്യാർത്ഥികൾ അടിയിൽ പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 3 വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ട 3 വിദ്യാർത്ഥികൾ സംഭവ സ്ഥലത്തു നിന്നും ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരിച്ചിരുന്നു. മറ്റൊരു വിദ്യാർത്ഥി മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് മരണപ്പെട്ടത്. ഇത്തരത്തിൽ 4 വിദ്യാർത്ഥികൾ, അതായത് ഒരുമിച്ച് കളിച്ചു വളർന്ന 4 വിദ്യാർത്ഥികളാണ് ഇന്നലെ വൈകിട്ട് 3:45 പാലക്കാട് കല്ലടിക്കോട് പനയമ്പാടത്തുണ്ടായ വാഹന അപകടത്തിൽ ദാരുണമായി മരിച്ചത്. നാടിനെ നടുക്കിയ വലിയൊരു അപകടം തന്നെയാണ് ഈ പാലക്കാട് കല്ലടിക്കോട് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ മേഖലയിൽ അപകടങ്ങൾ സ്ഥിരമായി നടക്കുന്നതായി ആരോപണം ഉയർന്നിരുന്നു. അതിൽ നിരവധി ജീവനുകൾ, 22ഓളം ജീവനുകളാണ് 22ഓളം അപകടങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഈ പാലക്കാട് മൈലമ്പാടം ഭാഗത്ത് നടന്നിട്ടുള്ളത് എന്നാണ് നാട്ടുകാരുടെ ഏറ്റവും വലിയ ആരോപണം. കാരണം അത്തരത്തിൽ റോഡിലെ അശാസ്ത്രീയമായ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ഒരു റോഡിൽ അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടന്നിട്ടുള്ളത് എന്ന ഒരു വലിയ ആരോപണമാണ് നാട്ടുകാർ ഉന്നയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ വലിയ പ്രതിഷേധവും ഇന്നലെ അപകടം നടന്നതിന് പിന്നാലെ 1.5 മണിക്കൂറോളം ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ട് നാട്ടുകാരുടെ ഉപരോധമടക്കം ഈ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഉണ്ടായിരുന്നു. വലിയൊരു നാടിനെ നടക്കി വലിയൊരു സംഭവമാണ് ഇന്നലെ വൈകിട്ടോടുകൂടെ പാലക്കാട് കല്ലടിക്കോട് പനയമ്പാടത്തുണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ 8 മണിവരെയാണ് വീടുകളിൽ 4 പേരുടെയും മൃതദേഹം പൊതുദർശനത്തിന് വെക്കുക. അതിനുശേഷം പാലക്കാട് കല്ലടിക്കോട് കരിമ്പനക്കൽ ഹാളിലും പൊതുദർശനം വെച്ചിട്ടുണ്ട്. അവിടെ ഉച്ചവരെ, അതായത് 12 മണിവരെ അവിടെ പൊതുദർശനത്തിന് കരിമ്പനക്കൽ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും. അവിടെ നിന്നും തുപ്പനാട് ജുമാ മസ്ജിദിലാണ് 4 പേരുടെയും മൃതദേഹം ഒരുമിച്ച് ഖബറടക്കം നടത്താനുള്ള ഒരു തീരുമാനമാണ് നിലവിലെടുത്തിട്ടുള്ളത്. അതിനാൽ തന്നെ ഒരുമിച്ച് കളിച്ചു വളർന്ന 4 പേരെയും ഒരുമിച്ച് തന്നെ മൃതദേഹം ഖബറടക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ എത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിച്ചിരുന്നു. വൈകിട്ട് 6 മണിയോടുകൂടിയാണ് മണ്ണാർക്കാട്ടെയും അതേപോലെ തന്നെ
തച്ചമ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. സംസ്ഥാന സർക്കാരിന്റെയും അതേപോലെ തന്നെ ജില്ലാ കളക്ടറുടെയും പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രാത്രി തന്നെ 4 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നു. അതിനുശേഷം മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്നു. ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകിയത്. ബന്ധുക്കൾ ഓരോ കുട്ടികളുടെയും ബന്ധുക്കൾ ജില്ലാ ആശുപത്രിയിലെത്തി മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി. 4 ആംബുലൻസുകളിലായി മൃതദേഹങ്ങൾ ഇപ്പോൾ മുണ്ടൂര് കഴിഞ്ഞു. ഇപ്പോൾ മണ്ണാർക്കാട് ഇവരുടെ വീടുകൾ കല്ലടിക്കോട് അപകടം നടന്ന പ്രദേശത്തെത്താൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അല്പസമയത്തിനകം തന്നെ 4 പേരുടെയും വീടുകളിലേക്ക് മൃതദേഹം എത്തിക്കും. അവിടെ ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ മൃതദേഹങ്ങൾ കാണാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. അതിനുശേഷമാണ് കരിമ്പനക്കൽ ജുമാ മസ്ജിദിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുക. കോങ്ങാട് MLA കെ ശാന്തകുമാരി MLAയുടെ നേതൃത്വത്തിലാണ് ബന്ധുക്കൾ എത്തി ഈ മൃതദേഹങ്ങളെല്ലാം ഏറ്റുവാങ്ങിയത്. ബന്ധുക്കളും ഈ പോലീസും അതേപോലെ തന്നെ ഈ ആംബുലൻസിനെ അനുഗമിച്ചുകൊണ്ട് ഓരോ വീടുകളിലേക്കും എത്തും. ഓരോ ആംബുലൻസിന് പോലീസ് പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ പോലീസ് അകമ്പടിയോട് കൂടിയാണ് മൃതദേഹങ്ങൾ ഇപ്പോൾ വീടുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ 4 പേരുടെയും വീടുകളിൽ എത്തിക്കും. ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ ഓരോ ആംബുലൻസിലും ഓരോ കുട്ടികളുടെയും മൃതദേഹത്തിനൊപ്പം കൂടെ തന്നെ ഉണ്ട്. വലിയ നാടിനെ നടുക്കിയ വലിയൊരു അപകടമായി ഇത് മാറിയിരുന്നു. ആ അപകടം നടന്ന നിമിഷങ്ങൾക്കകം തന്നെ ഈ അപകടം നടന്നതിന്റെ വിഷയത്തിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ഇടപെട്ടിരുന്നു. കൃത്യമായ നടപടികൾ എടുത്തു പോകണമെന്ന നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കാനുള്ള ഒരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി അടക്കം നൽകിയത്. ഈ റോഡിലെ അശാസ്ത്രീയത, അപകടത്തിന്റെ കാരണം എന്താണ് എന്നതടക്കം അന്വേഷിക്കണം. നിലവിൽ ലോറി ഡ്രൈവർക്കെതിരെയും ക്ലീനർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇരുവരും അപകടത്തിൽ പരിക്കേറ്റ് പാലക്കാട്ടെ മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുവരുടെയും മൊഴി പോലീസ് ഇന്നലെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. വലിയ നാടിനെ നടുക്കിയ വലിയൊരു അപകടമായി നാടിനെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു അപകടമാണ് ഇന്നലെ വൈകിട്ട് 3:45 പാലക്കാട് കല്ലടിക്കോട് പനയമ്പാടത്ത്, അതായത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ നടന്നിട്ടുള്ളത്. ഈ അപകടം നടക്കുന്ന സമയത്ത് ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. ഈ ചാറ്റൽ മഴയിൽ ലോറിയുടെ ടയർ തെന്നി മാറിയതാണ് ത്തിന് കാരണം എന്നാണ് ഡ്രൈവർ അടക്കം മൊഴി നൽകിയതായിട്ടുള്ള സൂചന. കാരണം മറ്റൊരു വാഹനവുമായി തട്ടിയതിനു ശേഷം മറ്റൊരു ലോറിയുമായി തട്ടിയതിനു ശേഷമാണ് സിമന്റ് കയറ്റി വന്ന ലോറി കുട്ടികൾക്ക് മേലേക്ക് പാഞ്ഞ് കയറിയത്. നിയന്ത്രണം വിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് എന്നാണ് ലോറി ഡ്രൈവർ മൊഴി. കാരണം ഈ അപകടം നടന്ന ഭാഗത്ത് റോഡിൽ വലിയ രീതിയിലുള്ള ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മിനുസമടക്കമുള്ളതിനാൽ ലോറിയുടെ ടയർ സ്ലിപ്പാവുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് മുൻപും നാട്ടുകാരും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിന്റെ ഭാഗമായി ചില നടപടികളൊക്കെ അവിടെ സ്വീകരിച്ചിരുന്നെങ്കിലും അത് പൂർണ്ണ തോതിൽ പ്രാവർത്തികമായിട്ടില്ല എന്ന ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ 1.5 മണിക്കൂറോളം നീണ്ട പ്രതിഷേധവും പാലക്കാട് ഈ അപകടം നടന്ന ഭാഗത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ജനപ്രതിനിധികളും MLAമാരടക്കമുള്ളവരും മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ളവരെത്തി കൃത്യമായ നടപടികളും അതേപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണമുണ്ടോ എന്നതടക്കം പരിശോധിച്ചുകൊണ്ട് കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ പ്രതിഷേധം അവസാനിപ്പിച്ചത്. നന്ദു.